ഹേയ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമ്മളിന്ന് ഒരു സൂത്രശാലിയായ കുറുക്കന്റെയും നല്ല മധുരമുള്ള മുന്തിരിപ്പഴങ്ങളുടെയും കഥ കേൾക്കാൻ പോവുകയാണ്. കഥയുടെ പേര് കുറുക്കൻ കുഞ്ചുവും മാന്ത്രിക മുന്തിരിയും. ഒരിടത്തൊരിടത്ത് ഒരു കുറുക്കനുണ്ടായിരുന്നു. അവന്റെ പേര് കുഞ്ചു. കുഞ്ചു ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. പക്ഷെ ഇന്ന് കുഞ്ചുവിന് ഭയങ്കര വിശപ്പായിരുന്നു. അവന്റെ വയറ്റിൽ നിന്ന് ഗുളുഗുളുഗുളു എന്ന് ശബ്ദം കേൾക്കാം. അവൻ ആഹാരം തേടി നടക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് നടന്ന് കുഞ്ചു ഒരു മനോഹരമായ മുന്തിരിത്തോട്ടത്തിലെത്തി. വാഹ്! അവിടെ നിറയെ ചുവന്ന മുന്തിരിപ്പഴങ്ങൾ, നല്ല തിളക്കമുള്ള മധുരമുള്ള വലിയ വലിയ മുന്തിരിക്കുലകൾ. കുഞ്ചുവിന് വായിൽ നിന്ന് വെള്ളമുറി. എനിക്ക് വേണം, വേണം എന്നവൻ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. മുന്തിരിപ്പഴങ്ങൾ വളരെ ഉയരത്തിലായിരുന്നു. കുഞ്ചു ചാടാൻ തുടങ്ങി. ഹോയ്! കിട്ടിയില്ല. വീണ്ടും അവൻ ചാടി. ഹോയ്! അപ്പോഴും കിട്ടിയില്ല. അവൻ വീണ്ടും വീണ്ടും ചാടി. ഹായ് ഹൂ! ഹൂ ഹായ്! പക്ഷേ അവന്റെ കുഞ്ഞിക്കൈകൾക്ക് മുന്തിരിയിലെത്താൻ കഴിഞ്ഞില്ല. കുഞ്ചു ചാടി ചാടി തളർന്നുപോയി. അവന്റെ കൊച്ചു കൈകൾക്ക് മുന്തിരിപ്പഴത്തിലെത്താൻ തീരെ കഴിഞ്ഞില്ല. അവൻ സങ്കടത്തോടെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പതിയെ തിരിഞ്ഞു നടന്നു. കുഞ്ചു മുന്തിരിയെ നോക്കിയൊന്ന് ചിരിച്ചു. ഈ മുന്തിരിക്കൊക്കെ ഒരുപാട് പുളിയായിരിക്കും. എനിക്ക് പുളിയുള്ള മുന്തിരി തീരെ ഇഷ്ടമല്ല. ഇത് പാവം മുന്തിരി, എനിക്കിത് വേണ്ട. അവൻ അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നുപോയി. കൂട്ടുകാരെ, കുഞ്ചു ചെയ്തത് ശരിയാണോ? നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആ കാര്യത്തെ മോശമാക്കി പറയുന്നത് ശരിയല്ലല്ലോ, അല്ലേ? അടുത്ത തവണ നന്നായി പരിശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുഞ്ചുകുറുക്കന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? കിട്ടാത്തതിനെ പുളി എന്ന് വിളിക്കരുത്. അപ്പോൾ അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.